4 നാൾ നീണ്ട കണ്ണീർ പ്രാർത്ഥനകൾ വിഫലമായി. ചിക്മംഗ്ലൂരുവിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം കാണാതായ പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനി ശ്രീനന്ദയുടെ മൃതദേഹം 1500 അടി താഴ്ചയുള്ള അഗാധമായ കൊക്കയിൽ കണ്ടെത്തി. ആധുനിക തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ശനിയാഴ്ച ഉച്ചയോടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. എന്നാൽ മകളുടേത് അപകടമരണമല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണെന്നും കുടുംബം ആരോപിക്കുന്നു. എന്റെ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി കൊന്നതാണ്. അവൾ ഒരിക്കലും അവിടെ വീടില്ല. ലഹരിമരുന്ന് നൽകി മയക്കിയാണ് അവളെ കൊണ്ടുപോയത്. അമ്മ രേണുകയുടെ വാക്കുകൾ കേട്ട് കണ്ടുനിന്നവർ പോലും വിതുമ്പി. വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തിയപ്പോൾ മുതൽ ആരെങ്കിലും അവളെ നിരീക്ഷിച്ചിട്ടുണ്ടാകണമെന്നും 15 മിനിറ്റിനുള്ളിൽ കുട്ടി അപ്രതീക്ഷയായത് തട്ടിക്കൊണ്ടുപോകൽ തന്നെയെന്നും കുടുംബം ഉറപ്പിച്ചു പറയുന്നു. ഇതിനുശേഷമാണ് 1500 അടി താഴ്ചയിൽ നിന്നും മൃതദേഹം കിട്ടിയത്. ആരെങ്കിലും തള്ളാതെ ഇത്രയും ആഴത്തിൽ ശ്രീനന്ദ പതിക്കാൻ സാധ്യത കുറവാണ്. പോസ്റ്റ്മോർട്ടവും ഇനി നിർണായകമാകും. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 കുടുംബാംഗങ്ങൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് ശ്രീനന്ദയെ 5:35 ആയപ്പോഴേക്കും കാണാതായിരുന്നു. തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വെറും 15 മിനിറ്റിൽ എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. ഈ സമയത്തിനുള്ളിൽ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് പോയ 9 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. ഈ വാഹനങ്ങളിൽ ഒന്നിൽ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ശേഷം കൊക്കയിലേക്ക് തള്ളിയതാണോ എന്ന സംശയത്തിലാണ് കുടുംബം. കുട്ടിയുടെ ശരീരത്തിൽ ലഹരിമരുന്നിന്റെ അംശമുണ്ടോ എന്നും ബലപ്രയോഗം നടന്നിട്ടുണ്ടോ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ വ്യക്തമാകൂ. കർണാടക പോലീസിന് പുറമെ കേരള പോലീസിന്റെ പ്രത്യേക സംഘവും ചിക്മംഗ്ലൂരുവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടമ്പഴിപ്പുറം സ്വദേശികളായ രമേശ് രേണുക ദമ്പതികളുടെ മകളായ ശ്രീനന്ദ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിക്കാനെത്തിയതായിരുന്നു. ഒരു നാടിന്റെ ആകെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് ഈ കൊച്ചു പെൺകുട്ടി.